സ്വാശ്രയ വിഷയത്തിൽ UDF യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. മാർച്ച് നേരെ പോലീസ് ബലപ്രയോഗം നടത്തി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, സ്വാശ്രയ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തമായിരുന്നു. സമരക്കാരെ പോലീസ് പ്രകോപനത്തോടുകൂടി അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യവും ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 12 മണിയോടുകൂടിയാണ് UDFന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനമായി എത്തിയത്. സ്വാശ്രയ വിഷയത്തിൽ പ്രതിഷേധിച്ചുള്ള സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു UDYF പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്തിയത്. പ്രസ് ക്ലബിന് മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലെ പ്രധാന ഗേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഇതിനുശേഷം MG റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചു. ഇതോടെയാണ് സംഘർഷത്തിനും തുടക്കമായത്. UDYF പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. ഇതോടെ പ്രവർത്തകർ ചിതറിയോടി. പിന്നെയും സംഘടിച്ചെത്തിയ പ്രവർത്തകർ പോലീസിന് നേരെ ശക്തമായ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തുകയായിരുന്നു. പിന്നെയും പോലീസ് പലതവണ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയായിരുന്നു. ഇതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞുപോയി. ഇതിന് പിന്നാലെ യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. യുവമോർച്ച പ്രവർത്തകരെയും സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. എന്നാൽ പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇതിനുശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ഇതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇതോടെ പ്രവർത്തകർ പല ഭാഗത്തേക്ക് ചിതറിയോടിയെങ്കിലും പിന്നെയും സംഘടിച്ചെത്തി പോലീസിന് നേരെ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. എന്നാൽ പിന്നെയും പലതവണ ജലപീരങ്കി പ്രയോഗിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. രാജേഷ്, സ്വാശ്രയ വിഷയത്തിൽ UDF യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. മാർച്ച് നേരെ പോലീസ് ബലപ്രയോഗം നടത്തി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു.